വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. Let us read from Gospel of Matthew chapter 22 verse 37. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. Jesus said to him, you shall love the Lord your God with all your heart, with all your soul and with all your mind. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. This is the first and great commandment. രണ്ടാമത്തേത് അതിനോട് സമം. And the second is like it. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. You shall love your neighbor as yourself. ഈ രണ്ട് കൽപ്പനകളിൽ In these two commandments സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. hang all the law and the prophets. നമ്മുടെ കർത്താവ് തിരുവായ്മൊഴി ഒഴിഞ്ഞ് ശിഷ്യന്മാരോടും അതുപോലെ തന്നെ തന്നെ കേൾക്കുവാൻ വന്നതായ വലിയ മൾട്ടിറ്റ്യൂഡ്സിനോടും കർത്താവ് വിവിധ നിലകളിൽ ദൈവിക സന്ദേശം കൈമാറിയിട്ടുണ്ട്. Jesus, when he spoke to his disciples and the people at that time, he used different ways to convey his messages. നാം ഈ വായിച്ച കേട്ടതായ ദൈവവചന ഭാഗത്തിൻ്റെ ടെക്സ്റ്റുവൽ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്, if we go to the textual context of what we read today, ഒരു പരീശനായ മനുഷ്യൻ, പരീശൻ എന്ന് പറയുമ്പോൾ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ എക്സ്പെർട്ടായ ആളുകൾ. There was a Pharisee, and Pharisees are the ones who are very expert in the law. യേശു കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. He asked Jesus a question. 22-ാമത്തെ അധ്യായത്തിൽ തന്നെ 3 വിധത്തിൽ 3 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. In that same chapter 22, Jesus is addressing 3 types of questions. ആ ചോദ്യങ്ങളുടെ ഉദ്ദേശം ഒന്നും നല്ല ഉദ്ദേശമായിരുന്നില്ല, മറിച്ച് യേശുവിനെ കുടുക്കുവാൻ വേണ്ടിയുള്ള ചോദ്യമായിരുന്നു. The motive behind those questions were not good, but they were trying to trap Jesus. യേശുവിൻ്റെ പ്രവർത്തികളെ, ദൈവപ്രവർത്തികളെ എങ്ങനെ ഫെയ്ഡാക്കാം, അതിൻ്റെ മഹത്വത്തെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും, ഈ ശ്രമം തുടക്കം മുതലേ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു. There were efforts made from the beginning to fade the work of the Lord and to bring the work of the Lord to no benefit. ഇവിടെ യേശു കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് നാം ഈ വചനഭാഗം കേൾക്കുവാനായിട്ടിടയായത്. We heard this verse as an answer to one of the questions Jesus encountered. ഈ യേശു കർത്താവിൻ്റെ അതിനെയൊക്കെ അഭിമുഖീകരിക്കുന്ന വിധങ്ങളും നാം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. And we can understand how Jesus faces different questions and situations. യേശുവിനോട് ഇത്തരത്തിലുള്ളതായ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തായിരുന്നു കാരണം? What was the reason behind such a question being questioned to Jesus? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, they were very jealous. അവർ വളരെ അസൂയാലുക്കളായി മാറി യേശുവിൻ്റെ പ്രവർത്തനത്തിലൂടെ. The most important reason was they were jealous of Jesus and his ministry. അവർ പരീശന്മാർ പഠിപ്പിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി ആത്മാവിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. His teachings were different to them. They were not like the teachings of the Pharisees, but under the spiritual authority of God. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചതും വെളിപ്പെട്ടതുമായ അതോറിറ്റിക്കെതിരായിട്ടുള്ളതായ വെല്ലുവിളി. The first major problem was the authority which was manifested in Jesus. The challenge against that was the first big problem. രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പോപ്പുലാരിറ്റി. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വലിയ ക്രൗഡ് ഒരുമിച്ച് കൂടുന്നു, ആശ്വാസം പ്രാപിക്കുന്നു. അവർ അത് ചെയ്യുമ്പോൾ അവരുടെ അടുക്കൽ അതുപോലെ ആൾ വരുന്നില്ല. ഈ ഒരു റീസൺ, പോപ്പുലാരിറ്റിയാണ് യേശുവിന് എതിരായി നിൽക്കുവാൻ മറ്റൊരു കാരണം. The second reason which was against Jesus was his popularity and the crowd who loved him, and they did not love the Pharisees and the other lawyers. മൂന്നാമതായിട്ടുള്ളത്, വളരെ ജ്ഞാനത്തോടുകൂടെ യേശു സംസാരിച്ചു. അത് മാത്രമല്ല, അവരുടെ ഹിപ്പോക്രാറ്റിക്കൽ നേച്ചറിനെ കർത്താവ് എക്സ്പോസ് ചെയ്തു എന്നുള്ളതാണ്. The third problem was Jesus spoke with wisdom and he exposed the hypocritical nature of the Pharisees. ഈ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്
അവർക്ക് യേശുവിനോട് ഇത്രമാത്രം എതിർപ്പുണ്ടാകാൻ കാരണം. These were the three major reasons why they were against Jesus. അവർ ഭയപ്പെട്ടു ജനങ്ങളുടെ മധ്യത്തിലുള്ളതായ അവരുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു പോകുമെന്ന് അവർ ഭയപ്പെട്ടു. They were afraid that their influence among the crowd will go down. ഈ കാരണങ്ങളാൽ യേശുവിൻ്റെ പരശുശ്രൂഷ കാലങ്ങൾ മുഴുവൻ യേശുവിന് ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടതായി വന്നു. Due to these reasons, Jesus had to face a lot of challenges in his ministry. എന്നാൽ നമുക്കറിയാം ദൈവപുത്രനായ കർത്താവിലൂടെ വെളിപ്പെടേണ്ട ശുശ്രൂഷകൾ തന്നെ അയച്ചവനായ ദൈവം പൂർത്തീകരിപ്പാൻ മതിയായവനായി കൂടെ ഇരുന്നു എന്നുള്ളത്. But we know that all the works which were to be revealed with Jesus were revealed by the power of the God who was with him. ഇവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറ്റവും മറ്റൊരു തരത്തിലുള്ളതായ ഇന്റൻഷൻസ് എന്തായിരുന്നു? What were the different intentions or motives they had when they questioned Jesus? ഈ ചോദ്യം പബ്ലിക്കലി ആണ് കർത്താവ് ചോദിച്ചത്, കർത്താവിനോട് ചോദിച്ചത്. They are asking these questions publicly to Jesus. പബ്ലിക്കലി യേശു കർത്താവിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. They are trying to discredit Jesus in a public environment. യേശുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ എംബാരസ് ചെയ്യിപ്പിക്കുവാൻ, നാണം കെടുത്തുവാൻ ശ്രമിക്കുന്നു. They are trying to shame and embarrass Jesus in the front of others. അത് മാത്രമല്ല, ലീഗലി ന്യായപ്രമാണ പ്രകാരവും ഡോക്ട്രിനലി ഉപദേശപ്രകാരവും യേശുവിനെ കുടുക്കിലാക്കുവാൻ നോക്കുന്നു. They wanted to trap Jesus in the legal and doctrinal way. ജനത്തെയും റോമൻ അഡ്മിനിസ്ട്രേഷനെയും യേശു കർത്താവിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള മറ്റൊരു പ്രധാന ഉദ്ദേശം. The other motive was to separate Jesus from the Roman rulers and the government. നമുക്കറിയാം കർത്താവ് ആ ഒരു അധ്യായത്തിൽ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സിനെ കുറിച്ചാണ്. We can see in that chapter the first question is related to taxes. അന്നത്തെ ഭരണാധികാരി ആയ സീസറിന് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്നുള്ള ചോദ്യം. They asked, is it lawful to pay taxes to the Caesar who was a ruler then? അവൻ മറുപടി പറയുകയാണ്, അങ്ങനെ കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ലോ വയലേറ്റ് ചെയ്യുന്ന അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. If Jesus would have answered, no, you don't have to pay taxes, they could have arrested him basis the law he is breaking. പക്ഷേ കർത്താവ് നമ്മുടെ കർത്താവ് എത്തിക്കലി, മോറലി, സ്പിരിച്വലി ഈ മൂന്ന് ഡയമെൻഷനിലും വളരെ കറക്റ്റ് ആണെന്നുള്ളത് നാം അറിയണം. But we need to know that Jesus was correct ethically, morally and spiritually. അവൻ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് പറയുന്നത്. He gave a very genuine answer. അവൻ പറയുന്നു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. Jesus said, render or give to Caesar the things that are Caesar's and to God the things that are God's. അപ്പോൾ യേശു കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ മഹാത്മ്യം എത്രയോ വലുതാണ്. We need to see how great the teaching of Jesus is. രണ്ടാമതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, സദൂക്യരായ ആളുകൾക്ക് പുനരുത്ഥാനം അഥവാ റിസറക്ഷൻ എന്നുള്ളതിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. Second question was related to whether there is resurrection for Sadducees, which they didn't believe. അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ കുറിച്ച് ഉള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. So they brought a question which was related to resurrection of the dead. അപ്പോൾ യേശു അതിന് ഉത്തരം പറഞ്ഞ എന്താണെന്ന് അറിയണമോ? And what did Jesus answer them? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. You are mistaken because you do not know the scriptures nor the power of God. അപ്പോൾ ആത്മീകമായ ഒരു വ്യക്തിക്ക് വളരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, ദൈവിക കാഴ്ചപ്പാടിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് തിരുവെഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും ആഴമായിട്ടുള്ള അറിവ് ആവശ്യമാണ്. Therefore, if a child needs to grow in the Lord and stand firm in his word, he needs to know the scriptures and the power of God. ഹല്ലേലൂയ. കർത്താവ് അതിന് മറുപടി പറയുന്നു. And Jesus answers them. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല. In resurrection they neither marry വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, nor are given in marriage, അത് മാത്രമല്ല അവർ ദൂതന്മാരെ പോലെയാകുന്നു. but are like angels of God. ദൂതന്മാരെ പോലെയാകുന്നു. They are like angels of God. അവരുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒന്നും ഉള്ളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ. Jesus' answers and teachings were not confined in their thoughts. It was beyond what they thought. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചാണ്. Jesus tells them about their spiritual blindness. നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ചിന്തകൾ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ളത് മാത്രമാണ്. We need to know that the thoughts we have about our God is very limited.
ആ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവ് നാം പ്രാപിക്കണമെങ്കിൽ നാം കൂടുതൽ ദൈവാശ്രയ ബോധമുള്ളവരായി മാറേണ്ടതായിട്ടുണ്ട്. If we want to know more about God, we need to be trusting more in the Lord. ദൈവത്തിൽ വളരാനും വർദ്ധിച്ചു വരുവാനും ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം എല്ലാ കാലത്തും ആത്മിക ലോകത്തുണ്ടായിരുന്നു. There is a group in all generations in the spiritual realm who want to grow and be fruitful in the Lord. എന്താണ് ദൈവത്തെ കൂടുതലായി അറിയുക, ദൈവത്തിൽ കൂടുതലായി വളരുക? What does it mean to know the Lord and to grow more in the Lord? അങ്ങനെയുള്ള സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ എന്താ ചെയ്യണം? The main answer, the question which these people ask is, what should we do to please the Lord? അത് മാത്രമല്ല, യഥാർത്ഥമായും എന്താണ് ഈ ആയുസ്സിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? And the second thing is, what truly does the Lord desire from my life? നാം ഓർക്കണം, ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? We need to know what does the Lord want from us or from our lives. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റിയിൽ കാണേണ്ടത്. That should be a priority in our prayers. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുമ്പോൾ നാം ആത്മികമായി വളരാനുള്ള ആരംഭമാണ്, അതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. When we have such a prayer in our heart, that is the first step for us to grow in the Lord. What does God actually want from his people? What does God actually want from his people? ഒന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത്, God wants our heart, not just our hand. First thing we need to know, God wants our heart and not just our hands. ദൈവത്തിന് നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. God wants our hearts. ദൈവത്തിനെ സ്നേഹിക്കുക എന്നുള്ള പദമാണ് നമ്മൾ ആ വാക്യത്തിൽ, കുറിവാക്യത്തിൽ ആദ്യമായി വായിച്ചത്. We read about loving the Lord in the main verse we read today. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. You shall love the Lord God with all your heart. പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം എപ്പോഴും ദൈവികമായി മോഡിഫൈ ചെയ്യപ്പെട്ടതാണ്. A person who loves the Lord with the full heart is always modified by the God and his thoughts. ദൈവം നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മിക അനുഭവത്തിൽ ഭാഗികമായിട്ടുള്ളതായ സ്നേഹം ദൈവത്തിന് കൊടുത്തുകൊണ്ടും ഭാഗികമായ സ്നേഹം ലോകത്തിന് ഷെയർ ചെയ്തുകൊണ്ടും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. God does not want us to love him half-hearted and half-hearted to the world. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതായ സ്നേഹം എന്ന് പറയുന്നത് a holistic love for God. The love which God wants from us is a holistic love for him. A holistic life for God. A holistic life for him. അത് പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ്. That is a love which is to give fully to the Lord. അപ്പോൾ വചനം പറയുന്നു, all your heart. That's why the word says all your heart. എന്താണ് അതിന്റെ അർത്ഥം? What does it mean? എന്താണ് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം? What does it mean to love the Lord with all your heart? All our emotions and our affections. It means all our emotions and affections. നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലരും ഇമോഷൻസിന്റെ വിക്ടിമായി തീരാറുണ്ട്. When we live on this earth, many of us are victims to our emotions. അൺവാണ്ടഡ് ആയിട്ടുള്ള, അൺനെസസറി ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ കൂടുതൽ അഫക്ഷനേറ്റ് ആകാറുണ്ട്. We become unwantedly affectionate in the unwanted areas. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടും അൺനെസസറി ആയിട്ടും ആരും ഇമോഷണലി ബ്ലാക്ക്മെയിൽഡ് ആയി ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായി ഹൃദയം പങ്കിടുവാൻ കഴിയാത്ത അനുഭവത്തിലാകരുത് എന്നുള്ളതാണ്. God does not want to be separated from him where we are emotionally victims and unwantedly affectionate to wrong things. നമ്മളെ ആരും ആത്മികമായ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. Let us not commit ourselves to be emotionally blackmailed when we want to grow in the Lord. നാം അർഹിക്കാത്തതും നമുക്ക് വേണ്ടാത്തതുമായ അഫക്ഷനിൽ ഒരുപാട് നാം അതിനെ സ്നേഹിക്കരുത്. The affection which we don't deserve and which we don't need, let us not go after that. പിന്നെയോ ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്
അവന് വേണ്ടി ഹൃദയത്തെ പൂർണ്ണമായിട്ട് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. But let us accept the word of the Lord and surrender our hearts to the Lord to love him. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു റൊമാൻറ്റിക് അഫയറിൽ ഉടലെടുക്കുന്നത് പോലുള്ളതായ സമമായ സ്നേഹമാണ്. When we say to love him with the full heart, it is like a romantic affair. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എപ്പോഴും ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള ആഗ്രഹമുണ്ടാകും. The speciality of that love is to always bringing us close to the presence of the Lord. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധാനം എപ്പോഴും അവർ കാംക്ഷിക്കും. They will always desire to go to the presence of the Lord. അവരെപ്പോഴും ദൈവത്തിൽ നിന്നുള്ളത് കേൾക്കാൻ അവരുടെ കാതുകൾ കൊതിക്കും. They will always be thirsty to hear from the Lord. ദൈവത്തിന് വേണ്ടി പാടുവാൻ അവർ കൂടുതലായി ആഗ്രഹിക്കും. They will be desiring to sing songs for the Lord. എങ്ങനെ ദൈവത്തിന് വേണ്ടി അവനെ പ്രസാദിപ്പിച്ച് നടക്കുവാൻ കഴിയും എന്നുള്ളതിനെ തിരഞ്ഞന്വേഷിക്കും. They will always find ways to please the Lord every day and every step. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ നാം ജീവിക്കുമ്പോൾ ഈ വചനത്തിന്റെ അർത്ഥം നാം അറിയാതെ പോകരുത്. ഈ വചനം പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും നാം മറന്നു പോകരുത്. My dear ones, when we live in this world, let us not ignore this word and let us try to practice it in our lives. രണ്ടാമതായിട്ട് പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ, രണ്ട് പൂർണ്ണ മനസ്സോടെ. Secondly, it says with all your mind. മൂന്നാമതായിട്ട് പറയുന്നു പൂർണ്ണ ആത്മാവോടുകൂടെ. And thirdly, it says with all your soul. എന്താണ് ഈ all your mind? What does it mean, all your mind? നമ്മുടെ ഇന്റലക്ട്, നമ്മുടെ ബുദ്ധി, Our intellect, our knowledge, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉയർന്നു വരുന്നതായ ചിന്തകൾ, our thoughts which come in our mind. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൂർണ്ണ മനസ്സോടെ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. These are the two main things when we read with all your mind. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സേവിക്കുവാൻ വിശേഷ ദൗത്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതായ ദൈവ പൈതലിന്റെ മൈൻഡിന്റെ ഓണറും ആരാണ്? ദൈവമാണ്. For a person who has been called with a special calling, his mind's owner is the Lord. ദൈവത്തിന് നമ്മുടെ ഹൃദയം മാത്രം പോരാ, നമ്മുടെ മനസ്സും ആവശ്യമാണ്. God just does not want our heart, but he wants our mind as well. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടതായിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. God can use us only if our mind is purified. അവന്റെ ഇഷ്ടത്തിൽ നമ്മെ കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. That is only when God can lead us into his likings. നാം ഈ ജീവിക്കുന്നതായ ഈ ആധുനിക കാലഘട്ടത്തിൽ, In this advanced world where we live, മനസ്സിനെ പിടിച്ചു വയ്ക്കുന്ന, മനസ്സിന്റെ ചിന്തകളെ വികലമാക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. we live in a world which controls our minds and thoughts. മനുഷ്യന്റെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശാസ്ത്ര സാങ്കേതികതകളുടെ അത്യുന്നത തലത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. We have come to an age where there are scientific revelations and scientific inventions which can control our minds. നാം ഇപ്പോൾ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ നമ്മെ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. The artificial intelligence we see now can completely control our minds. എന്നാൽ ദൈവപൈതൽ ഓർക്കണം, തൻ്റെ ആത്മമണവാളനു വേണ്ടി രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നതായ ഒരു സഭയാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ ഏകാഗ്രമാക്കി, ഏകാഗ്രതയിൽ നകറ്റുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. But we as children should know we are the bride of Christ, the church, the owner of our soul. He is our groom and he is coming to take us. So we need to be careful from these things. ഹല്ലേലൂയ, സ്തോത്രം. സെക്കുലർ വേൾഡിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. In the secular world there is a famous saying. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതായ ഡോക്ടർ ശശി തരൂർ, വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം, പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളതായ ഡിസ്പ്യൂട്ടും പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. In the past days we saw in the news about Dr. Shashi Tharoor regarding the political disputes and all. He was saying, പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. we don't need anyone's permission to fly.
ആകാശം ആരുടെയും സ്വന്തമായ സ്വത്തല്ല. The sky is no one else's inheritance. ആ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി അവരെ ബ്രിഡിൽ ചെയ്യുന്നു എന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. He said that when the political party was trying to pressurize him. സെക്കുലർ വേൾഡിൽ അത്തരത്തിലെ ചിന്തകൾ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ചിന്തയാണ്. The thoughts that he spoke are a very motivating thought in the secular world. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എല്ലാം ദൈവവചനത്തിന് ആധാരമായിട്ടുള്ളതാണ്. But for a child of God, his flying experience is completely from the word of the Lord. അവന് പറക്കാം, പക്ഷേ ദൈവവചനത്തിന് ആധാരമായിട്ട്. He can fly, but only according to the word of the Lord. ദൈവവചനം പഠിപ്പിക്കുന്നു ആകാശ ഭൂമിയും അതിന്റെ സകല നിറവും ദൈവത്തിൻ്റെതാണ്. The word of the Lord teaches the earth and the skies are everything the Lord's. അപ്പോൾ സെക്കുലർ വേൾഡിലുള്ളവരും ഫിലോസഫേഴ്സും ഹൈ തിങ്കേഴ്സും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴും ദൈവപൈതലിന് ഒരു കാര്യം അറിയാം, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ദൈവമാണ്. Therefore, in the secular world, the philosophers and thinkers may say, but we as children of God know that God controls all these ദൈവത്തിന് things. നമ്മെ ഉപയോഗിക്കുവാൻ നമ്മുടെ മനസ്സിന്റെ ആവശ്യമുണ്ട്. And that God wants our mind so that He can use us. അപ്പോൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിക്കുവാനായിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Therefore, we have been called to serve the Lord with our full mind. അത് മാത്രമല്ല, നമുക്ക് തന്നെ അറിയാം, അൺവാണ്ടഡ് ആയിട്ടുള്ളതായ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുമ്പോൾ നാം എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആകാറുണ്ടെന്ന്. Not just that, when we keep our minds for unwanted thoughts, how much disturbed we are. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകും. We are not able to do many things which we are supposed to do. നമ്മൾ വളരേണ്ടതായ അളവിൽ വളർന്നു പോകുവാൻ കഴിയാതെ പോകും. We are not able to grow in the level we need to grow. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതികളിൽ നിന്ന് നാം അകന്നു പോകും. Most importantly, we deviate from the main objective of the Lord. അപ്പോൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ പ്രാഥമികമായ ചില അർത്ഥങ്ങളാണ് നാം മനസ്സിലാക്കിയത്. Therefore, we meditated a few things which leads to loving the Lord with our full heart and full mind. മൂന്നാമതായിട്ട് പറയുന്നു, with all your soul, പൂർണ്ണ ആത്മാവോടുകൂടെ. The third point says to love the Lord with all your soul. എന്താണ് പൂർണ്ണ ആത്മാവോടെ എന്ന് പറയുമ്പോൾ? What does it mean when we say with all your soul? പൂർണ്ണമായും നമ്മുടെ ഐഡന്റിറ്റിയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. It means with our full identity. നാം എന്ന് പറയുന്നതായ വ്യക്തിത്വം അല്ലെങ്കിൽ ആ പേഴ്സണ എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണത്. It means what does we as a person our identity reflect. ഹല്ലേലൂയ. പൂർണ്ണ ആത്മാവോടുകൂടെ സേവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. God has called us to serve Him with our full soul. ഇത് കർത്താവിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ് മാത്രമല്ല, പഴയ നിയമത്തിലും മോശ മുഖാന്തരം ദൈവജനത്തിന് ഈ ആലോചന നൽകിയിട്ടുണ്ട്. This is not just the New Testament teaching, but in the Old Testament God spoke through Moses. ഡിട്രോണോമി 6:5 പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. In Deuteronomy chapter 6 it says to love the Lord your God with your whole heart, whole mind and whole strength. അത് മാത്രമല്ല, ഈ ഒരു വാക്കുകൂടെ ആഡ് ചെയ്തിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കണം. And not just that, God says today that the commandments I give you should stay in your heart. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണ് കുടികൊള്ളേണ്ടത്? നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. What does our heart include? It should include the full love to the Lord from all our heart, our soul and our strength. അപ്പോൾ ഒന്നാമതായി ദൈവത്തിൽ വളരാനും ദൈവത്തിൽ വർദ്ധിച്ചു വരുവാനും ദൈവത്താലുള്ള ഭാവി ജീവിതത്തിൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏറ്റവും അനിവാര്യമായ ഒന്നാമത്തെ കാര്യമാണ് നാം കേട്ടത്, God wants our heart. The first thing which a child of God who wants to grow and be fruitful in the Lord is that God wants our heart. നമ്മുടെ മനസ്സിലെ ചിന്തകള് വിചാരങ്ങളെല്ലാം അവന്റെ ചിന്തകൾക്കും പഠിപ്പിക്കലുകൾക്കും കീഴ്പ്പെടുന്നതും വിധേയപ്പെടുന്നതുമായിരിക്കണം. Our thoughts and minds should be under His teaching and word. നിശ്ചയമായും നമ്മെ അതൊരു വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ഇടയായി തീരും. And truly it will lead us to a great blessing in our life. രണ്ടാമതായിട്ട് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ നാം വളരുക എന്നുള്ളതാണ്. The second thing is to grow in the relationship with our Lord. God wants a relationship with Him, not religion. God does not want a religion, but He wants a relationship with Him. അനേകം ആളുകൾ ക്രിസ്തീയ അനുഭവത്തിൽ നിൽക്കുന്നതും പോകുന്നതും ഒക്കെ
അവരതിൽ ജനിച്ച് വളർന്നതുകൊണ്ടാണ്. Many people go in the Christian life because they are born into it. പല ആളുകളും റിച്വലിസ്റ്റിക്കായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ റിലീജിയസ് ആയി വളരെ തീഷ്ണതയോടെ ചെയ്യുന്നു. There are people who do rituals in a very religious and passionate manner. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്റിമേറ്റ് ആയിട്ടുള്ള ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ്. But God desires an intimate relationship with him. പഴയ നിയമത്തിൽ ഹോശേയ പ്രവാചകൻ 6:6 ഇങ്ങനെ പറയുന്നു. In the Old Testament, Hosea chapter 6 verse 6 says, യാഗത്തിലല്ല God does not please in sacrifices. ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. God does not please in sacrifices but more in his wisdom and his knowledge. അപ്പോൾ യാഗത്തിലല്ല, സാക്രിഫൈസിൽ അല്ല, പിന്നെയോ ദയയിൽ വളരുക. For God does not please in sacrifices but in growing in his mercy. ദയ കാണിക്കുന്നവരായി വളരുക. We should be showing mercy. രണ്ടാമത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുക. Second is to grow in the knowledge of God. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്ന് ദൈവമക്കൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires us to grow in the knowledge of God. ഹല്ലേലൂയ. കർത്താവ് പഴയ നിയമവും പുതിയ നിയമവും എല്ലാം വളരെ ആക്യുറേറ്റായി വളരെ ആപ്റ്റായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡിസ്പ്യൂട്ട് ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണത്? ഗോഡ് കണ്ടംസ് റിലീജിയസ് പെർഫോമൻസ് വിത്തൗട്ട് പേഴ്സണൽ ഡിവോഷൻ. God teaches the Old Testament and New Testament, and the teachings without dispute is that God condemns religious performance. എല്ലായ്പ്പോഴും ദൈവം ഈ റിലീജിയസ് പെർഫോമൻസിനെ ഹേറ്റ് ചെയ്യുന്നു. Or every time the Lord hates a religious performance. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവുമായിട്ടുള്ളതായ പേഴ്സണൽ ഡിവോഷൻ അവർക്കില്ലാത്തതിനാൽ. Because they do not have a personal devotion with him. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മിൽ നിന്ന് നോട്ട് പെർഫോമൻസ് rather brokenness. But God desires from us not a performance but a brokenness. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ റിച്വലിസ്റ്റിക് ആയി ചെയ്യുന്നത് പോലെ ഒരു മെക്കാനിക്കൽ രീതിയിൽ ഇതിങ്ങനെ ചെയ്തു പോകുന്നതാണ്. A performance is something which is done in a ritualistic and a mechanical manner. മീഖാ പ്രവചനം 6:8 പറയുന്നു, അവനോട് കൂടെ നടക്കുക എന്ന്. In Micah chapter 6 verse 8 says to walk with him. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Praise be to the Lord. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുക. We need to grow in the relationship with the Lord. പെർഫോമൻസിലൂടെയല്ല, പിന്നെയോ പ്രവൃത്തികളിലൂടെ അവനുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിലൂടെ ദൈവമക്കൾ വളരുക. Not just with performance but with actual works and relationship with the Lord. ഞാൻ ഈ സംസാരിക്കുന്നത് ആരോടാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. I know clearly to whom I am speaking to. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ കാലഘട്ടത്തിൽ പ്രത്യേക വ്യക്തിത്വങ്ങളായി പണിയുവാൻ ആഗ്രഹിക്കുന്നു. The Spirit of the Lord wants to build us as extraordinary people in this world. നാം അവന്റെ കരങ്ങളിലെ ആയുധമാകാൻ ആഗ്രഹിക്കുന്നു. We want to be weapons in his hands. അവന്റെ കരങ്ങളിലെ ആയുധമാകാൻ, ദൈവത്താൽ പണിയപ്പെടുവാൻ നാം ദൈവവചനത്തിന്റെ വഴി സ്വീകരിച്ചേ മതിയാകുള്ളൂ. We need to accept the way of the Lord if we want to be instruments in his hands. ഒരു പ്രാക്ടീസ് പോലെ ചെയ്യുകയല്ല, മറിച്ച് ദൈവമായിട്ടുള്ള ആഴത്തിലുള്ള ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. We should not do it as a practice but should do it with a relationship with God. നമുക്കറിയാം യാഗത്തിന്റെ പ്രത്യേകത. പഴയ നിയമ കാലഘട്ടത്തിൽ ഹൃദയം കൊണ്ടുള്ള അടുപ്പമൊന്നുമില്ല, ഏത് പാപത്തിന്റെയും പ്രായശ്ചിത്തമായി യാഗങ്ങളായിരുന്നു. We know that in the Old Testament the sacrifices were done but there was nothing from the heart but outwardly done. അവർക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. They did not know much about God. ഇത് ചെയ്യണമെന്നുള്ളത് അവർക്കറിയാം, അതുകൊണ്ട് അവർ ചെയ്യുന്നു. They knew that they need to do this so they did it. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അവന് നമ്മോടുള്ളതായ സ്നേഹത്തിന്റെ ആഴം നാം വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് വേണം അവനെ പിന്തുടരുവാൻ. That is not how it should be, but we need to know who the Lord is and have a clear relationship with him when we go with him. നാം ഇന്ന് പ്രാരംഭമായിട്ട് പാട്ട് പാടിയപ്പോൾ നമ്മൾ കേട്ടു, ഒരു നാളിലും പിരിയാത്ത സ്നേഹം. When we sang the first song, we sang about the love which never separates from us. പ്രിയ സുജോ ഇവിടെ പറഞ്ഞു, നമ്മുടെ തലച്ചോറിലൊന്നും ഒതുങ്ങുന്നതല്ല അവന് നമ്മോടുള്ള സ്നേഹം. Sujo brother mentioned that love cannot be confined in our minds. നമ്മുടെ ചിന്തകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. Our God is beyond our comprehension. We cannot limit it in our thoughts. Our God is beyond our comprehension. അപ്പോൾ ദൈവവുമായിട്ടുള്ള
ബന്ധം എന്ന് പറയുന്നത് അതൊരു പെർഫോമൻസ് ആകരുത്. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സമർപ്പണത്തിലും അവനോടുള്ള സ്നേഹത്തിലും ആധാരമായതായിരിക്കണം. Therefore, a relationship with the Lord should not be a performance, but it should be a submission from the bottom of our hearts to Him. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ വളരാനും വർദ്ധിച്ചു വരുവാനും ജീവിതം ഫലദായകമായി തീരുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഏറ്റവും അത്യന്തം അധികമായി വേണ്ടത് റിപ്പന്റ് ചെയ്യുന്നതായ ഒരു ഹൃദയമാണ്. The third thing we need when we want to grow and be fruitful in the Lord is a heart of repentance, താഴ്മയോടുകൂടെ ഉള്ളതായ ഒരു ഹൃദയം, a heart of humility and humbleness, സൗമ്യതയോടുകൂടെ നടക്കുന്ന ഒരു ജീവിതം. a life of humility. 34-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. In Psalms 34 verse 18 it says, ദൈവം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. the Lord is near to those who have a broken heart, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. and He saves such as have a contrite spirit. അപ്പോൾ ഓർക്കണം, ആർക്കാണ് ദൈവം സമീപസ്ഥനായിരിക്കുന്നത്? Therefore we need to know who is the Lord near to. ഹൃദയം നുറുങ്ങിയവർക്കാണ്. To those who have a broken heart. ഹൃദയം നുറുങ്ങിയവർക്കാണ്. To those who have a broken heart. ആരെയാണ് അവൻ രക്ഷിക്കുന്നത്? Whom does the Lord save? മനസ്സ് തകർന്നവരെ. To such who have a contrite spirit. ദൈവപൈതലേ, മനസ്സ് തകർന്ന അനുഭവത്തോടുകൂടെ If we come to Him with a contrite spirit, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ, ജീവിക്കാൻ തയ്യാറായാൽ, if we live and pray in the presence of the Lord with a contrite spirit, നമ്മുടെ ദൈവം നമ്മുടെ സമീപസ്ഥനായി അടുത്തു വരും. the Lord will come close to us. അവൻ നമ്മുടെ അടുക്കലേക്ക് വരും. He will come near us. നമുക്ക് നമ്മുടെ പുറമേയുള്ള അപ്പിയറൻസും നമ്മുടെ പുറമേ ഉള്ളതായ ഒരു കാണുന്ന എബിലിറ്റിയും കർത്താവിന് വേണ്ട. ആക്ച്വലി God does not want our outward appearances or abilities. കർത്താവിന് വേണ്ടുന്നത് അനുതപിക്കുന്ന ഒരു ഹൃദയത്തെയാണ്. He wants a heart of repentance. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. God says, take up my yoke, for it is simple and light, and learn through it. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. My yoke is simple and my burden is light. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് അടുക്കുമ്പോൾ എത്രത്തോളം തകർന്ന ഹൃദയത്തോടെ നമ്മുടെ റിയാലിറ്റിയെ ദൈവം മുമ്പാകെ സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ഫ്രാജൈലായിട്ടുള്ളതായ സ്പിരിച്വൽ അവസ്ഥകളെ, സ്പിരിച്വൽ ഡ്രൈനസിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നിശ്ചയമായും ഉദ്ധാരണം അവൻ നൽകും. If we come to the presence of the Lord with an acceptance of our weaknesses, our fragile hearts, and a broken heart, then the God will give deliverance to us. നമ്മുടെ ജീവിതത്തിലെ പല വിടുതലുകൾക്കും തടസ്സമായിരിക്കുന്നത് നമുക്ക് ആ ബ്രോക്കൻനെസ് എക്സ്പീരിയൻസ് നമ്മളിൽ ഉണ്ടാകാത്തത് കൊണ്ടാണ്. Most of the obstacles in our deliverances is because we don't have that brokenness experience. പല ദൈവപ്രവൃത്തികളും തടസ്സപ്പെട്ടിരിക്കുന്നത്, വഴികൾ തടസ്സപ്പെടുന്നത് ആ ബ്രോക്കൻനെസിന്റെ റിയൽ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയാത്തത് കൊണ്ടാണ്. Many of our ways are closed and the works of the Lord do not happen in our lives because we do not come to that brokenness experience. ആ അനുഭവത്തിലേക്ക് നാം കടന്നു വരാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. If we come to that brokenness experience, God will start working in our lives. നാളുകളായി തടങ്കൽ പാറയിൽ കിടക്കുന്നത് പോലെ, തളച്ചിട്ടിരിക്കുന്നത് പോലെ, ബന്ധിച്ചിട്ടിരിക്കുന്നത് പോലെ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ, വിടുതലിനെ പ്രാപിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, സ്തോത്രമുള്ള അനുഭവങ്ങൾക്ക് ഒരു വിരാമം അതിലൂടെ ദൈവം കൽപ്പിക്കും. The experiences which has put us bound and taken us for a long time without any deliverance, this experience will bring a breakthrough in that. ഈ വചനം പറഞ്ഞ ഒരു സാധാരണക്കാരനായിരുന്നില്ല. This word was not spoken by an ordinary person. നമുക്കറിയാം, ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിലുണ്ടായ വൻ പതനത്തിൽ, വലിയ സ്പിരിച്വൽ സെറ്റ്ബാക്കിന്റെ നടുവില് ദൈവത്തിന്റെ സന്നിധിയിൽ അനുതപിക്കുകയാണ്. King David went with repentance during a time of great spiritual setback in his life. നാഥാൻ പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ പോരായ്മകളെ ആത്മിക വെളിപ്പാടിലൂടെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രമാ, നീജൻ നീയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നൊരു എക്സ്ക്യൂസിനായി ദാവീദ് നിന്നില്ല. When prophet Nathan through the Holy Spirit showed the wrong which David did, that's when David did not justify. ആ സ്ഥാനത്ത്
ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ അവൻ തയ്യാറായി. David chose to fall before the Lord with repentance. പ്രവാചക പുസ്തകത്തിൽ പറയുന്നത് പോലെ നിലങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ ഉഴുവീൻ. And as it is written in the prophets, it is our hearts which the Lord wants. പ്രിയമുള്ളവരെ, നിലങ്ങളെയല്ല ഹൃദയത്തെ തന്നെ ഉഴുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. May the Lord help us to surrender our hearts with repentance to the Lord. യെശയ്യാ പ്രവചനം 66:2 പറയുന്നു, In Isaiah chapter 66 it says, എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. My hand has made all these. അങ്ങനെയാണ് ഇതൊക്കെയും ഉളവായത്. And that is how it has come into being. എങ്കിലും Yet അരിഷ്ടനും തകർന്ന മനസ്സുള്ളവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെയും ഞാൻ കടാക്ഷിക്കും. but I will lift the person who is weak and the person who trembles before my word. നോക്കാൻ നമ്മോട് സംസാരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. Almighty God is speaking to us. അവൻ പറയുന്നു, എന്റെ കൈ സകലത്തെയും ഉണ്ടാക്കി. He says, my hand has created everything. ഹല്ലേലൂയ. ഞാൻ ഉയർന്നിരിക്കുന്നവനാണ്. I am on high. എന്നിരുന്നാലും അരിഷ്ടനും മനസ്സ് തകർന്നവനെയും ഹല്ലേലൂയ എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെയും ഞാൻ കടാക്ഷിക്കും. But on this one I will look or deliver the one who is poor and of a contrite spirit, who trembles before my word. Who tremble at my word. Who trembles at my word. എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ. Who trembles at my word. പ്രിയമുള്ളവരെ, ദൈവ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരായിരിക്കാൻ നമുക്കിടയാകട്ടെ. My dear ones, let us be the ones who tremble before the word of the Lord. അതൊരു നോർമൽ പ്രോസസ്സിലൂടെ നടക്കത്തില്ല. It does not happen through a normal process. നമ്മെ തന്നെ സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ മനസ്സുള്ളപ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ. It can happen only when we are ready to fully submit to him. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും വിട്ടുകൊടുക്കുവാൻ ഒരുപോലെ തയ്യാറാകുമ്പോഴേ അത് നടക്കുകയുള്ളൂ. It can happen only when we are ready to submit all the areas of our life. ഒരു ഹോളിസ്റ്റിക് ലവ് ആണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. The Lord expects a holistic love from us. സമ്പൂർണ്ണമായ ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. He expects a full submission from us. അങ്ങനെയുള്ള ജീവിതത്തെ ദൈവം കരങ്ങളിൽ എടുക്കും. Those are the people the Lord will lift in his hands. അങ്ങനെയുള്ള ജീവിതത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം കരത്തിൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിക്കും. Those are the lives the Lord is going to hold the hands and lift them up. അവരെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി The തീരും. Lord will honor them. അവരെ ദൈവം ഓണർ ചെയ്യുന്നു. The Lord will honor them. അവരെ ദൈവം മാനിക്കുന്നു. The Lord will honor them. യാക്കോബ് എഴുതിയ ലേഖനം 4:6 പറയുന്നു, In James chapter 4 verse 6 it says, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. the Lord resists the proud. ഹല്ലേലൂയ. ആർക്കാണ് ദൈവഹിതത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്തത്? Those people who cannot submit to the will of the Lord. ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്തത് പ്രൈഡ് ഉള്ളതായ ഒരു ഹൃദയത്തിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. A person with a prideful heart cannot submit to the will of the Lord. പ്രോവർബ് സദൃശ്യവാക്യത്തിൽ പറയുന്നു, വീഴ്ചയ്ക്ക് മുൻപേ നിഗളം. In Proverbs it says, pride goes before destruction. നമ്മുടെ ജീവിതത്തിൽ പരാജയം വരാൻ പോകുന്നതിന് മുൻപ് കാണുന്ന ഒരു സൈനാണ് നമ്മളിൽ ഉണ്ടാകുന്ന പ്രൈഡും നിഗളവും. When we are approaching destructions, before that we see is the pride which goes before that. നമ്മുടെ മുന്നേറ്റത്തിന് വലിയ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഉണ്ടാകാൻ പോകുന്നതിന് മുൻപുള്ളതായ ഒരു സൈനാണ് സ്തോത്രം നമ്മളിൽ ഉയർന്നു വരുന്ന നിഗളം. Our pride is something like a stumbling block which stops us from progressing in the way. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം കരുണാമയനായ ദൈവമാണ്. My dear ones, our God is a merciful God. അവനെ പോലെ കരുണ കാണിക്കാൻ കഴിയുന്ന ആരെയും ഈ ലോകം കണ്ടിട്ടില്ല. Though there is no one in this world who can be merciful അവൻ ഈ like him. ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയവനാണ്. He is the one who has created the whole അവൻ world. നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുള്ള ഒരു സമർപ്പണമാണ്. And that God is asking for a full submission from our heart, mind and soul. ആ സമർപ്പണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ നമ്മെ വിശേഷമായി അനുഗ്രഹിക്കും. When we come to that surrender and submission, he will bless us. അവൻ നമ്മെ വിശേഷ കൃപകൾ നമ്മുടെ മേൽ പകർന്ന് അവൻ നമ്മെ സഹായിക്കും. He will pour out special blessings on us. യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ അവൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കും. In Jeremiah it says he will go and remove the obstacles from the way. ശത്രു പടുത്തുയർത്തിയിരിക്കുന്നതായ മതിൽ കോട്ടകളെ, ഇരുമ്പോടാമ്പലുകളെയും താമ്രവാതിലുകളെയും ഒക്കെ അവൻ തകർത്ത് കളയും. He will break the bars of iron and the walls of bronze from the forward we are going. ഇത്തരത്തിലുള്ളതായ ദൈവവചനം കേൾക്കുവാൻ നമുക്കിടയാകുന്നത്
ഏറ്റവും അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. It is a blessing we are able to listen to these words. നമ്മെ തന്നെ കഴുകുവാനും നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ദൈവപൈതൽ വ്യക്തമായി മനസ്സിലാക്കണം. നീ ഉഴലുന്നതും അഴലുന്നതും ഭാരപ്പെടുന്നതുമായ നിന്റെ വെല്ലുവിളികളുടെ മുൻപിൽ അവൻ സുഗമമായി ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള വഴിച്ചാലായി അത് മാറുകയാണ്. When the Holy Spirit wants us today to cleanse and sanctify before this world, it is because we are going through a tough situations of suffering and he wants to give us a deliverance from it. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനും നമ്മിൽ പ്രവർത്തിക്കേണ്ടതിനും നമുക്കടുത്തായി വേണ്ടത് അനുതാപമുള്ള ഹൃദയം. So for God to work and deliver us, the next thing we need is a heart of repentance. താഴ്മയുള്ളതായ അനുഭവം, A situation of humbleness from us. അടുത്തതും അവസാനത്തേതുമായിട്ടുള്ള ഒരു കാര്യം ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നു. God wants you to reflect his character. The last thing which the God wants from us is to reflect his character. ഹല്ലേലൂയ. ലെവിറ്റിക്കസ് 11:44 ഇങ്ങനെ പറയുന്നു, In Leviticus chapter 11 verse 44 it says, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. Be holy the way I am holy. ഫസ്റ്റ് പീറ്റർ 1:6 പറയുന്നു, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. In 1 Peter chapter 1 verse 6 it says, Be holy the way I am holy. ഓർക്കണം പ്രിയമുള്ളവരെ, നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹിസ് ഓൺ ഇമേജിലാണ്. We need to know that we have been created in his own image. അവനെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് നമ്മളെ ദൈവം ആക്കിയിരിക്കുകയാണ്. We are here to represent him on this earth. നാം ആ ക്രൈസ്റ്റിലേക്ക് നേച്ചറിൽ ക്യാരക്ടറിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God wants us to grow in that Christ-like nature and character. നമ്മളിലൂടെ കർത്താവിനെ മറ്റുള്ളവർ കാണാനിടയാകണം. People should see God through us. നമ്മുടെ ഡീലിംഗിലൂടെ മറ്റുള്ളവർ യേശുവിനെ കാണണം. Others should see God through our dealings. നമ്മുടെ ചിന്താഗതികളിൽ മറ്റുള്ളവർ യേശുവിനെ കാണണം. Others should see Jesus through our thoughts and behaviors. നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് പഠിക്കാനും എൻകറേജ് ആകാനും ഇൻസ്പയർ ആകാനുമുള്ളതായ അനുഭവങ്ങൾ അതിലുണ്ടാകണം. Every step we take should be a reason for others to be motivated, inspired and strengthened. അങ്ങനെയാണ് നാം കർത്താവിനെ ഈ ഭൂമിയിൽ അവന്റെ ഇമേജായി നമ്മെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. That is how we reflect Jesus as an image on this earth. അവന്റെ സ്നേഹം നമ്മൾ പകർത്തുവാൻ കഴിയണം. We should be able to spread his love. എങ്ങനെയാണ് കർത്താവിന്റെ സ്നേഹം നമുക്ക് പകർത്താൻ കഴിയുന്നത്? How can we spread his love? കർത്താവ് രണ്ടാമതായി പറഞ്ഞ ആ ഒരു കൽപ്പനയായി പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. That is the second commandment which Jesus said is to love your neighbor as yourself. മറ്റൊരു ഭാഗത്ത് പറയുന്നു അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. Some places it says love your neighbor as yourself. മറ്റൊരു ഭാഗത്ത് ഇമേജറിയായി ഗുഡ് സമരിറ്റനെ കാണിക്കുന്നു. In a different place he is comparing it to a good Samaritan. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ദയനീയ അവസ്ഥ ഞാൻ പറയാം. Today a very pitiable situation on this world. എപ്പോഴും സ്നേഹം ഒരു സർക്കിളിനകത്ത് ഒതുങ്ങി പോകുന്നതാണ്. Love has been limited to a circle. പലരുടെയും സ്നേഹം അവരിൽ തന്നെയാണ്. Many people are self lovers and inside അവരവരുടെ കാര്യം നടക്കുക എന്നുള്ള ഒറ്റ ചിന്ത. They are selfish and they just want their things to work. 24 മണിക്കൂറുമുള്ള ചിന്ത എന്ന് പറയുന്നത് അവരവരുടെ കാര്യം. Their 24 hours thoughts is about themselves. Least bothered about others. They are least bothered about others. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. God does not want that. മറ്റൊരു ടൈപ്പ് ഓഫ് സ്നേഹം എന്ന് പറയുന്നത് ഫാമിലിയിൽ മാത്രം ഒതുങ്ങുന്നതാണ്. A different type of love is a love which is limited in the family. യോശുവ പറഞ്ഞതുപോലെ തന്നെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. Like Joshua said, me and my family we will serve the Lord. Now the people say me and my family will love among ourselves. അതിനപ്പുറത്തോട്ടൊരു ചിന്തയില്ല. There is no thought beyond that. അവരായി ഭാര്യയായി പിള്ളേരായി അവരവരുടെ കാര്യങ്ങളായി. They have their own wives, their children and their own things to look after. ഒരിക്കലും ദൈവപൈതൽ തെറ്റിദ്ധരിക്കരുത്. അത് തെറ്റായ ചിന്തയും തെറ്റായ അനുഭവവുമാണ്. Let us not be deceived. It is a wrong thought and notion. അങ്ങനെയുള്ളവർ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നവരല്ല. They are not people who represent God. അവർ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ജീവിത മാതൃക പുലർത്തണം. They should be examples who reflect Jesus in their lives. അവർക്ക് യേശുവിനെ എങ്ങനെയാണ് യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ കഴിയുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. How can we reflect Jesus to others is by loving others. മറ്റൊരാളുടെ ഭാരം കാണുമ്പോൾ അത് നമ്മുടെ ഭാരമായി മാറുമ്പോഴാണ്. When we see others' burdens, those burdens should become ours. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ ആ വേദന നമ്മുടെ വേദനയായി മാറുമ്പോഴാണ്. When we see others in pain, that pain should be our pain. ഹല്ലേലൂയ, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. Blessed be the name of the Lord. മറ്റൊരു ടൈപ്പിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ
A different type of love is. സർട്ടൻ ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹമാണ്. It is a love which is limited in certain groups. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. For എന്നെ example. ഒരാള് ഒരു ലഞ്ചിന് വിളിച്ചു. For example, if someone called me for a lunch, അടുത്ത ദിവസം പിന്നെ അവൈലബിൾ ടൈമിൽ ഞാൻ അടുത്തൊരു ഫിക്സ് ചെയ്യുക, ആ ആളിന് ലഞ്ച് കൊടുക്കുക. and then I am calling him for lunch to return it to him. അടുത്ത ദിവസം ഒരു ചായ തന്നെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആ ചായ തിരിച്ചു കൊടുക്കുക. And the next day he calls me for tea, and then I am inviting him for a tea. ഇന്ന് ഞാൻ കൊടുത്തു, നാളെ നീ കൊടുക്കുക. Today you have given me, tomorrow I will give. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. There is nothing beyond this. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം? Jesus says, what is the benefit if you love people who love you? പ്രിയമുള്ളവരെ, സ്നേഹവും നമ്മുടെ പൊട്ടൻഷ്യലും നമ്മുടെ റിസോഴ്സസും ഉപയോഗിക്കേണ്ടത് നമ്മളെ തിരിച്ച് സഹായിക്കാൻ കഴിയാത്തവർക്കായിരിക്കണം. We should be able to use our potential and resources for people who cannot give it to return it to us. സുവിശേഷ വേലയില് ആസാമില് സർക്കാർ ഉദ്യോഗം വിട്ടിറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരൊറ്റ ഫാക്ടറായിരുന്നു. The main thing which motivated me to leave that government job in Assam was this thing. ഒരിക്കലും തരാൻ കഴിയാത്ത, ചിലപ്പോൾ ഒരിക്കലും കാണാൻ പോലും പിന്നീട് ഒരു അവസരം കിട്ടാത്ത ആളുകളുടെ അടുക്കൽ നമ്മുടെ സ്നേഹത്തിന്റെ കരം എത്തുക എന്നുള്ളത്. That is to do for people who will never be able to return it back, or maybe never be able to meet in the future. അപ്പോൾ യേശുവിനെ കാണാൻ കഴിയും. That is when they will be able to see Jesus in us. മദർ തെരേസ ഇന്ത്യയിൽ വന്ന് ഒരു പ്രതികാരവും ഒരു പ്രത്യുപകാരവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ആ ചാരിറ്റി ചെയ്തത്. When Mother Teresa came to India, she did not expect any reward for the charity she did. അപ്പോൾ നാം ഓർക്കണം, അത്തരത്തിലുള്ള സ്നേഹം കാണിക്കുന്നത് കൊണ്ടും വലിയ കാര്യമൊന്നും ഇല്ല. That is പറഞ്ഞാൽ ആർക്കും ചായ കൊടുക്കരുതെന്നും ആരെയും വിളിക്കരുതെന്നും അല്ല പറയുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളുടെ സ്നേഹം മറ്റുള്ളിടത്തേക്ക് ഒഴുകണമെന്നുള്ളതാണ്. That is when we need to see the love which is a give and take. One is not a big thing, but we need to love the way Jesus wants us to love നമുക്ക് തരുന്ന others. റിസോഴ്സസ് അത് റൈറ്റ് പ്ലേസിൽ എത്തിച്ചേരണം. The resources which God has given us should reach the right places. നമുക്ക് തന്നിരിക്കുന്ന വിസ്ഡവും നമുക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ പവറും സ്റ്റാമിനയും ഒക്കെ അത് ചിലവാകേണ്ടത് ഔട്ടർ സൈഡിലാണ്. The wisdom and resources and the stamina which God has given us should be expended in the outward places. Not inside the church community. Not inside the church community. Not in our own circle. And not in our own circles. ആ സ്നേഹം പുറത്തേക്ക് ഒഴുകണം. But that love should flow outside. അതൊഴുകുവാനായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ച ദൈവം നമുക്ക് അതിന് പൊട്ടൻഷ്യൽ തരും. When we surrender for that, God gives us that potential. നാം അതിനായിട്ട് അല്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും വരത്തില്ല. No matter how much we pray, it cannot happen. നാം നമ്മുടെ എനർജി ഈ ഇരുളടഞ്ഞ ലോകത്തിലേക്ക് അത് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ ദൈവം നമ്മെ എഡിഫൈ ചെയ്യും. The day we decide to spend our energy in this dark world, that's when the Lord will edify us. ദൈവം നമുക്ക് അതിനുള്ള അവസരങ്ങൾ തരും. And God will give us opportunities for that. പ്ലാറ്റ്ഫോം ഒരുക്കുന്ന ദൈവമാണെന്ന് ആരും മറന്നു പോകരുത്. God is the one who prepares the platform. ഓപ്പർച്യൂണിറ്റി ഒരുക്കുന്നത് ദൈവമാണ്. God is the one who prepares opportunities. ഓപ്പർച്യൂണിറ്റിയുടെ ഓണർ ദൈവമാണ്. God is the owner of the opportunities. ദൈവമൈതലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് അവന്റെ പക്കലുണ്ട്. My dear ones, God has opportunities for each and every one of അവന്റെ us. പക്കൽ എന്ന് വചനം പറയുന്നു. God has the reward, that's the word says. അവസരങ്ങൾ അവന്റെ പക്കൽ. God has the opportunities. അവനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. Let us be able to please the Lord. രണ്ടാമതായി നീതിയോടുകൂടി പ്രവർത്തിക്കുക. Second thing is to work in a just manner. നീതിയോടുകൂടെ പ്രവർത്തിക്കുക. To work in a just manner. ഏത് കർത്താവിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ സമയക്കുറവുണ്ട് അതിൽ പോകുന്നില്ല. There are many examples, but with the time we cannot go into all that. നീതിയോടുകൂടെ പ്രവർത്തിക്കുക. We should work in a just manner. കർത്താവ് വ്യഭിചാരിണിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ വളരെ ജെന്യൂനായിട്ടുള്ള നീതി അവരോട് കാണിക്കുന്നുണ്ട്. God serves a very genuine justice when they brought the adulterous woman. തെറ്റായ ഒരു ഉപദേശമല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് നാം അഭിമാനിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് ഹൈ ക്ലാസ് ആളുകളാണെന്നൊരു ചിന്ത നമ്മൾക്കുണ്ട്. It is not a wrong teaching I am saying, but when we say ourselves as Pentecostals, we have a high thought about ourselves. പലപ്പോഴും നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും സാധാരണക്കാരെക്കാൾ ലോ പ്രൊഫൈലിലാണ് നമ്മൾ പെരുമാറുന്നത്. But most of the times our behaviors and actions are very compared to very low people. ദൈവത്തിന്റെ പേര് പോലും എടുക്കാത്ത സാധാരണക്കാർ പലപ്പോഴും അതിനേക്കാൾ മാന്യമായി പെരുമാറും. But people with low profile are sometimes very better behaved than us. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരെക്കാളും ന്യായശാസ്ത്രിമാരെയും കവിയുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. That's when Jesus says, if your righteousness does not go beyond the Pharisees and the lawyers.
നമ്മൾ is no benefit. ദൈവത്തിൽ കരുണ കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We have been called to show mercy. സത്യത്തിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. We have been called to walk in the truth. നമ്മളിൽ നിന്ന് സ്നേഹത്തിന്റെ നദി ഒഴുകുവാനിടയാകണം. From us, river of love should flow from our lives. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. We should get ready to pray for others. ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ അവസരങ്ങളാണ്. These are our opportunities. നമ്മൾ ഒരു ഇന്റർസെസറി പ്രയർ നടത്തുമ്പോൾ ഒരാൾക്ക് വിഷയം എടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ആൾ എന്തോ സുവിശേഷ വില ചെയ്യും. When we go for intercessory prayer, if we are not able to take a matter and pray, what will സ്വന്തം ministry do? വീട്ടിലിരുന്ന് സ്വസ്ഥമായി ഒരു വിഷയം നാല് പറയുമ്പോൾ ആ വിഷയം എടുത്ത് ഉത്സാഹത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു വ്യക്തി ഏത് പുൾപിറ്റ് നാളെ സ്വപ്നം കാണാൻ കഴിയും? If a person in his house is not able to pray about a matter passionately in his own house, where will he stand the next day for the Lord? പ്രിയമുള്ളവരെ, നാം കാണിക്കുന്ന ഉത്സാഹം സ്വർഗ്ഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. The passion we show is being observed by the heaven. നമ്മുടെ മനസ്സിലെ ചിന്തകൾ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Every thought in our mind is being observed by the നമ്മുടെ Lord. ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Every action of ours has been observed by the Lord. നമ്മെ ദൈവം വളർത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. God has called us to grow in Him. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കുറ്റാരോപണമല്ല ഇവിടെ നടത്തുന്നത്. We are not doing a charge on you today. ഇത്തരത്തിലുള്ള ശുശ്രൂഷകള് നമ്മുടെ സഭായോഗങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി നെർവസ് ആയി പോകും. When such messages come in our worship, we become very nervous. നമ്മുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. Our veins tighten. നമ്മൾ അസ്വസ്ഥരായി പോകും. We become uncomfortable. അങ്ങനെ അസ്വസ്ഥരാകണ്ട, റിപ്പന്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറെങ്കിൽ ദൈവപൈതലേ, നിന്റെ ഭാവി ശ്രേഷ്ഠമായിരിക്കും. Let us not be uncomfortable, but surrender to repent and submit to the Lord for a brighter future. ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ ഭാവി ശോഭനമായിരിക്കും. അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒന്നുപോലും കുറയാതെ നിറവേറും. Let us surrender to the will of the Lord for a bright future. Not one promise of His will fail in our lives. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. We are going to pray in the presence of the Lord. നമ്മെ ദൈവത്തിന് ആവശ്യമുണ്ട്. God needs us. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. God needs everyone sitting here today. ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കണമെന്നുണ്ട്. God wants to use everyone sitting here. നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാവിയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതായ ശത്രുവിന്റെ മുൻപിൽ നിനക്ക് മേശ വിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. The devil wants to destroy your future and lay a trap before you. ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. God wants to take you to a greater experience. നീ എന്നും സങ്കടപ്പെട്ട് തലകുനിച്ചിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. God does not want to be sorrowful and bow down every day. ദൈവപൈതലേ, ഇത് സുവർണ്ണ അവസരമാണ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള. My dear friends, it's a golden opportunity to surrender and pray before the Lord. ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ഒരു opportunity. It is an opportunity to completely surrender before Him. കാരണം ദൈവം നാം ഓരോരുത്തരും കുടുംബങ്ങളായി അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. Because God wants us everyone to be blessed in our നമ്മുടെ family. തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. God wants our children to be blessed. നമ്മെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. He wants to build us up. ശത്രു ഉയർത്തുന്ന പ്രതികൂലങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് വളർത്തണമെന്ന് He ആഗ്രഹിക്കുന്നു. wants to destroy the works of the devil and build us up. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let us pray in the presence of the Lord. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. Let everyone pray to the presence of the Lord. ഹല്ലേലൂയ. Amen. Hallelujah. എല്ലാവരും മധുരം തുറന്ന് അല്പനേരം പ്രാർത്ഥിക്കാം. Let us all open our mouths and pray. നിത്യതയുടെ വചനം ദൈവം നമ്മെ കേൾപ്പിച്ചു. God has given us eternal words today. നമ്മളെ ഏറ്റവും മനോഹര വസ്തുവാക്കി മാറ്റാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to make us a beautiful vessel before Him. ഹല്ലേലൂയ. എല്ലാവരും അല്പനേരം Let പ്രാർത്ഥിച്ചാട്ടെ. us all continue to pray now. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായ ഒരു ആലോചന നൽകിയിട്ടുണ്ട്. There is a clear message which the Spirit of the Lord is giving ഞാൻ me. എന്റെ ആലോചന ജനത്തിന് പകരുമ്പോൾ When I transfer my message to the people, ഏൽപ്പിച്ചു കൊടുക്കുന്നവന് വേണ്ടി ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. those who surrender today, I will come down to ഞാൻ them. അവന് വേണ്ടി വാതിലുകളെ തുറക്കും. I will open out the doors for them. ഞാൻ അവന്റെ നിന്ദയെ മാറ്റും. I will remove their shame. ഞാൻ അവനോട് കരുണ കാണിക്കും. I will show mercy to them. അവന്റെ പ്രയാസത്തെ ഞാൻ തുടച്ചു മാറ്റും. I will remove all their troubles. ഇന്ന് പകൽ ദൈവപൈതലെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. Let us believe and pray in the presence of the Lord. ഇതൊരു സുവർണ്ണ അവസരമാണ്. This is a golden opportunity. വളരുവാനുള്ള ഒരു അവസരം. An opportunity to grow. ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനുള്ള ഒരു അവസരം. An opportunity for the Lord's work to happen in our lives. അടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാം. Let us clap our hands and pray in the presence of the Lord. ദൈവമേ, നിന്റെ കരുണയുടെ കരം വെളിപ്പെടട്ടെ. നിന്റെ സ്നേഹത്തിന്റെ കരം വെളിപ്പെടട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. അവരുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടട്ടെ. ഇന്നവർ അനുഭവിക്കുന്ന ഭാരങ്ങൾ
ഓ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. ഓ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. ഓ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കട്ടെ. തടസ്സക്കോട്ടകൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ഓ എല്ലാ സ്റ്റംബ്ലിംഗ് ബ്ലോക്സും മാറട്ടെ. ഹല്ലേലൂയ. റബലവശന്തൽ അർദ്ധരാവികരകടകൽ ഖമനഗസ്യാല അർദ്ധനേദികരഗസിഖനാദിയ അംധുരാ ശമനാ ഖമനാ ദിവാലവക്ഷ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു, ദൈവമഹത്വം വെളിപ്പെടുന്നു, ദൈവമഹത്വം വെളിപ്പെടുന്നു. ദൈവവൈദ്യനെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി അവൻ തരുന്നു. ഓ ലേഖന ശൈന ഖനാന റമാന ഖനാന ഖദൽ ഖടനാദിയ അർഖല വൈശാന വരഗദന ഖദസ്യ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദൈവപ്രവർത്തികൾ നടക്കുന്നു. ദൈവം ചില ജീവിതങ്ങളെ ഉദ്ധരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഓ ദൈവം തന്റെ പ്രവൃത്തി അയക്കുന്നു. നാളുകളായി ഒതുക്കപ്പെട്ടിരിക്കുന്ന പല വിഷയങ്ങളുടെ മേലും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്റെ അത്ഭുത കരം നീട്ടുകയാണ്. പരിശുദ്ധനെ നന്ദിയോടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. Thank you, Lord Jesus, today. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നതിനായി സ്തോത്രം. We thank you for you have come into our midst today. അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. Thank you for sending your words to അങ്ങയുടെ us. താല്പര്യം നീ ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. Thank you for making us know your അങ്ങ് desire ഞങ്ങൾക്ക് for വേണ്ടി us. ചെയ്യുവാനുള്ള മഹത്തരമായ പ്രവൃത്തികളിലേക്ക് അങ്ങ് ഞങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. Thank you for taking us to ways where you want to do great deeds for us, Lord. കർത്താവേ, ഇന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. We pray for everyone who is sitting here. ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. Every person here we pray for, Lord Jesus. നിന്നാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, Let them be blessed in your name. നിന്നാൽ മാനിക്കപ്പെടട്ടെ. Let them be honored in your name. കർത്താവേ, നിന്നാൽ വർദ്ധിക്കപ്പെടട്ടെ. Through you they may be fruitful, Lord Jesus. നിന്റെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റിയാട്ടെ. Remove all their burdens. വഴികൾ തുറക്കപ്പെടട്ടെ. The ways be opened. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. The shut doors be opened. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. The shut doors be opened. കർത്താവിന്റെ ശ്രേഷ്ഠമായ സാക്ഷികളായി മാറട്ടെ. Let us be witnesses for ഞങ്ങൾക്ക് Lord. നൽകിയിരിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് പരക്കുവാൻ ഉപയോഗിച്ചാൽ The light you have given us, help us to spread it in the world. വെളിച്ചത്തിന്റെ വാഹകരായി മാറട്ടെ. Let us be spreaders of light for you, Lord സ്നേഹത്തിന്റെ Jesus. വാഹകരായി മാറട്ടെ. Help us to spread your love. സത്യത്തിന്റെ വാഹകരായി മാറട്ടെ. Help us to carry your truth in this world. നീതിയുടെ വാഹകരായി മാറട്ടെ. Help us to carry your justice in the കരുണയുടെ world. വാഹകരായി മാറട്ടെ. Help us to carry your mercy towards അങ്ങനെ the world. അങ്ങയെ റെപ്രസെന്റ് ചെയ്യുവാൻ ഇടയാകട്ടെ. Help us to represent you in the world. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. Let thy name be glorified. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾ All the people who are sick today, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. thank you, Lord, for dealing with them. നിന്റെ കരം സ്പർശിച്ചാട്ട്. Lord, touch them, Lord. സൗഖ്യത്തിന്റെ കരം സ്പർശിക്കപ്പെടട്ടെ. Thy healing hand may touch them, Lord. അർദ്ധനാദിവൽഖമനഗസ്യ ഉയർത്തുന്ന ശത്രു ഉയർത്തുന്ന വെല്ലുവിളികൾ The challenges the devil is bringing, മാറിപ്പോകട്ടെ. let it be removed. ഞങ്ങൾ ശക്തമായൊരു സമൂഹമായി ഈ രാജ്യത്ത് വളരാൻ സഹായിച്ചാണ്. Help us to be a powerful people in this world. ഉണർവിന്റെ വാഹകരായി Help us to have that revival in us. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. Thank you, Lord, for doing it. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. Thank you, Lord, for your going to do ഞങ്ങളുടെ it. ഓരോ കുഞ്ഞുങ്ങളും Every child, ശക്തന്മാരും ശക്തമതികളുമായി മാറാൻ പോകുന്നതിനായി സ്തോത്രം. let them be strong warriors for you. കർത്താവിനെ കരങ്ങളിൽ എടുക്കും. Lift them up, Lord Jesus. കർത്താവേ, നിന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. We bless these people in your name. എല്ലാ പുകഴ്ചയും നാഥന് All glory and honor. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കും.